റോട്ടൻ ടൊമാറ്റോസ് പോലുള്ള ക്രിറ്റിക്സ് വേഴ്സ്റ്റ് മൂവി എന്ന ടാഗ് ലൈൻ കൊടുത്ത സിനിമ. ബട്ട് സിനിമ കണ്ടാല് ശരിക്കും അവർ ഈ സിനിമ തന്നെയാണ് കണ്ടേ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും. ഇനി അതും അല്ലെങ്കിൽ ഈ കോൺസ്പിറസി തിയറീസിലൊക്കെ പറഞ്ഞ പോലെ ഇനി ചിലപ്പോൾ അവരും മറ്റേ എൻറ്റിറ്റിയുടെ ഒരു ഭാഗമാണെങ്കിലോ അങ്ങനെ വീണ്ടും ഈ ഒരു എപ്പിക് സിനിമ കാണാനായിട്ട് എപ്പിക് സിനിമാസ് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തു. ജെന്യുവൻലി പറഞ്ഞാല് ഞാനൊരു ഹാർഡ് കോർ മൈക്കിൾ ജാക്സൺ ഫാൻ അല്ല. ബട്ട് പുള്ളിയുടെ പാട്ടുകൾ കേൾക്കാത്തവരും പാട്ടുകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആൻഡ് മിക്കവർക്കും പുള്ളിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ട് ഭയങ്കര മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ അതിനെ കുറിച്ചിട്ട് വലുതായിട്ടല്ലെങ്കിലും കുറച്ച് ഇൻഫർമേഷൻസ് ഈ പടത്തിൽ നിന്ന് കിട്ടും. ആൻഡ് കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യു ഗൈസ് മസ്റ്റ് വെയിറ്റ് ടിൽ ദ പാർട്ട് 2 കംസ് ഔട്ട്. ഓവറോൾ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ലിറ്ററലി ഒരു മൈക്കിൾ ജാക്സൺ കൺസേർട്ട് എക്സ്പീരിയൻസ് ചെയ്ത പോലെയാണ്. ജാഫർ ജാക്സൺ മിക്കവാറും 2026 ബെസ്റ്റ് പെർഫോമർ ഓസ്കാർ നോമിനേഷൻസിൽ ഉണ്ടാവും. അങ്ങനെ ഒരു രക്ഷ ഉണ്ടായില്ല. സോ പ്ലീസ് ഡു വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ് ആൻഡ് ഡു ഫോളോ മീ ഫോർ മോർ വീഡിയോസ്.